പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് റിനു. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ 2023 UK പോയതാണ്. അവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ജൂൺ മാസത്തിൽ ഞങ്ങളുടെ എംപ്ലോയർ പറഞ്ഞു, ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലം ഹോം ഒന്ന് ക്ലോസ് ചെയ്യുവാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോലി കണ്ടുപിടിക്കണം. ഒരു 4 വീക്സ് നോട്ടീസ് പീരീഡ് ആയിരുന്നു സ്റ്റാഫിന് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു 4 വീക്സിനുള്ളിൽ നമ്മൾ സ്പോൺസർഷിപ്പോട് കൂടി ഒരു ജോലി UK കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. ജോലി നമുക്ക് പിന്നെയും കിട്ടും, പക്ഷേ COS കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് അവർ. അപ്പോൾ വളരെ ആ ഒരു ന്യൂസ് ഭയങ്കര ഒരു വിഷമമായിരുന്നു, ഭയങ്കര നിരാശയായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡും അവിടെയുണ്ട്, ഡിപ്പെൻഡൻ്റായിട്ട് നിൽക്കുവാണ്. ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ വിസ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനാണെങ്കിലും അവിടെ ജോലിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോരേണ്ടി വരും. ആ ഒരു സമയം ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ വളരെ വിഷമിച്ചു. അപ്പോൾ ഒരു ഫ്രണ്ട് വഴിയാണ് കൃപാസനത്തിൽ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. ഞാൻ ഇതിന് മുന്നേ 2022 ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഉടമ്പടിയിലൊന്നും ഇത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് മാതാവിലും ഈശോയിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ അന്ന് എടുക്കാണ്ട് പോയി. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ എനിക്കെന്തോ എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ വന്നു, ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, എൻ്റെ തടസ്സങ്ങൾ മാറും, എനിക്ക് COS കിട്ടും, എനിക്ക് എത്രയും പെട്ടെന്ന് പുതിയൊരു വിസയിലേക്ക് എത്താൻ പറ്റും എന്നെൻ്റെ മനസ്സിലിങ്ങനെ ഉറച്ചിങ്ങനെ ഒരു വിശ്വാസം വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഓഗസ്റ്റിൽ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ വരെ ഞാൻ കുറേ സ്ഥലത്ത് ആപ്ലിക്കേഷൻ കൊടുത്തു, ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ എല്ലാം എനിക്ക് പാസ്സാവും, ഒരു തടസ്സം ഉണ്ടാവത്തില്ല. എല്ലാ ഇൻ്റർവ്യൂവിനും നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സാവും. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയും ജോബ് ഓക്കെയാണ്, പക്ഷേ സ്പോൺസർഷിപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കൊണ്ട് സ്പോൺസർഷിപ്പ് ഇപ്പം നിലവിലില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഓരോ ഹോമിൽ നിന്നും ഓരോ കമ്പനിയിൽ നിന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ഒത്തിരി ദിവസങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു സമയമില്ല. നമുക്ക് ഹോം ഓഫീസിൽ നിന്ന് ലെറ്റർ വരും. ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 60 ഡേയ്സാണ് നമുക്ക് ആ ഒരു കൺട്രിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ നമ്മൾ വിസയുള്ളൊരു ജോലിയിലേക്ക് എത്തണം. അങ്ങനെ നിന്ന സമയത്ത് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് 2ാമത്തെ ദിവസം തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് മെയിൽ വന്നു, ഇൻ്റർവ്യൂവിന് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യട്ടെ, ഇൻ്റർവ്യൂവിന് വരാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. എനിക്ക് കോളുകൾ വരാൻ തുടങ്ങി, മെയിലുകൾ വരാൻ തുടങ്ങി. ഞാൻ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നല്ല 3 ഹോമുകളിൽ 3 നഴ്സിംഗ് ഹോമുകളിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഇൻ്റർവ്യൂ പാസ്സായി, അവർ സെലക്ഷൻ കിട്ടി, അവർ ഓക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് കൺഫ്യൂഷനായി ഇതിലേത് സെലക്ട് ചെയ്യണം. കാരണം 3ഉം നല്ല ഹോമുകളാണ്, 2എണ്ണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഏതാണ് ഞാനിതിൽ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു നല്ലൊരു ഓപ്ഷൻ എനിക്ക് കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നല്ലൊരു ബ്രിട്ടീഷ് കമ്പനി തന്നെ എനിക്ക് കയറാൻ പറ്റി. അവിടെ എനിക്ക് സ്പോൺസർഷിപ്പോടുകൂടി അവരെനിക്ക് ജോലി ശരിയാക്കി തന്നു. അപ്പം ഞാൻ ഈ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത സമയത്ത് ഞാനിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ സെപ്റ്റംബർ അവസാനത്തോടു കൂടിയെങ്കിലും എനിക്ക് വിസ ഒന്ന് ശരിയാക്കി തരണം, എനിക്ക് നാട്ടിൽ പോകണം, എൻ്റെ കുഞ്ഞ് നാട്ടിലാണ്. അപ്പം ഞാൻ പോയിട്ട് 1.5 വർഷമായിരുന്നു, എനിക്ക് കുഞ്ഞിനെ കണ്ടിട്ടില്ല. സെപ്റ്റംബർ 18-ാം തീയതി ഞങ്ങൾ നാട്ടിൽ പോരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ഹോം അടയ്ക്കുന്നത്. അപ്പം പോരാൻ പറ്റിയില്ല. അങ്ങനെ ടിക്കറ്റ് പിന്നെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. പിന്നെ ഇനി ഒരു ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അത് നാട്ടിലേക്ക് പോകാൻ പറ്റണേ, ഞങ്ങൾക്ക് കുഞ്ഞിനെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റണേ എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ ടിക്കറ്റ് പിന്നെ നോക്കിക്കൊണ്ടിരുന്നു. നവംബറിൽ ഞങ്ങൾക്ക് ടിക്കറ്റിൻ്റെ ഒരു ഡേറ്റ് കണ്ടു. അപ്പോൾ അന്നേരം ഞങ്ങൾക്കൊരു പേടിയായിരുന്നു. കാരണം ഇതിനും ടിക്കറ്റ് വെറുതെ എടുത്തു കഴിഞ്ഞിട്ട് വെറുതെ ആ പൈസ പോവുമല്ലോ, ഇനി പോകാൻ പറ്റുമോ, വിസയൊക്കെ അതിനുള്ളിലാവുമോ. അപ്പം UK ഉള്ളവർക്കറിയാം BRP കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് കിട്ടണം. ആ കാർഡും കൂടെ കിട്ടിയാലാണ് നമുക്ക് നാട്ടിൽ വന്ന് തിരിച്ച് കയറി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ താമസമുള്ള കാര്യമാണ്. ചിലപ്പോൾ ചിലർക്ക് നേരത്തെ കിട്ടും, ചിലർക്ക് ഒത്തിരി താമസം പിടിക്കും അത് കാർഡായി വരാനായിട്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം മാതാവ് എൻ്റെ മനസ്സിൽ നവംബർ 1 ഡേറ്റ് തന്നു, ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കുക. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ടിക്കറ്റ് എടുത്തു. എനിക്ക് ആ ബ്രിട്ടീഷ് കമ്പനിയിൽ തന്നെ COSോടുകൂടി ജോലിയും കിട്ടി. നവംബർ 1 തീയതി തന്നെ എനിക്ക് നാട്ടിൽ വരാൻ പറ്റി. നാട്ടിൽ വന്ന് ഞങ്ങൾ നവംബർ 22 തീയതി തിരിച്ച് കുഞ്ഞുമായിട്ട് UK പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ കുഞ്ഞുമായിട്ട് ചെല്ലുമ്പം അവിടെ ഒരു മുറിയേ ഉള്ളൂ, ഒരു വീടായിട്ട് ഞങ്ങൾക്ക് കിട്ടണം. ഒരു 2 മുറിയുള്ളൊരു വീടും അങ്ങനെ കിട്ടിയാലാണ് കുഞ്ഞിന് അവിടെ നല്ലൊരു രീതിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ.
അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു തടസ്സം കൂടാണ്ട് ഞങ്ങൾ വ്യൂവിങ്ങിന് പോയപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് തന്നെ, ഫസ്റ്റ് കണ്ട വീട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ സെലക്റ്റായി, ഞങ്ങൾക്ക് വീട് കിട്ടി. പിന്നെ പ്രാർത്ഥിച്ച ഒരു കാര്യം, കുഞ്ഞിനിപ്പോൾ 4.5 വയസ്സായി, അവിടെ റിസപ്ഷനിൽ അഡ്മിഷൻ കിട്ടണം. ഇപ്പം നമ്മൾ പെട്ടെന്ന് നാട്ടിൽ നിന്നൊക്കെ കുഞ്ഞിനെ കൊണ്ട് ചെല്ലുമ്പം സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അഡ്മിഷൻ കിട്ടണം എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ 3 സ്കൂൾ വെച്ചു. അതിൽ നല്ല സ്കൂൾ തന്നെ, വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി. ഞങ്ങൾക്ക് മെയിൽ വന്നു. 22-ാം തീയതി ഞങ്ങൾ കുഞ്ഞുമായിട്ട് തിരിച്ചു പോവുകയാണ്. അതാണ് ഒരു സാക്ഷ്യം. വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ OET എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും, ഇതിനു മുമ്പ് ഞാൻ OET എഴുതിയിട്ടുണ്ട്. അന്നൊക്കെ നല്ല രീതിയിൽ പഠിച്ച് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ എക്സാം എഴുതിയതൊക്കെ. ഞാൻ 2ാമത് OET എഴുതിയ സമയത്ത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ജോലി പോയതിൻ്റെ ഒരു വിഷമമുണ്ട്, വിസ ആവുമോ അങ്ങനെയൊക്കെയുള്ളൊരു ഫ്രസ്ട്രേഷനിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് എൻ്റെ മനസ്സിലൊരു ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ എക്സാമിന് പോയി. എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് റീഡിങ് എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ റീഡിങ്ങിന് എക്സാമിന് ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ച് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും, പക്ഷേ ഞാൻ ആൻസറിലേക്കൊന്നും നോക്കത്തില്ല. ആൻസറിൻ്റെ ഒരു ഓപ്ഷനിലേക്ക് എനിക്ക് നോക്കില്ല. ഞാൻ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാത്രമേ ചൊല്ലിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചൊല്ലി ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് OETക്ക് 4 മൊഡ്യൂളിനും നല്ല സ്കോറോടുകൂടി, B ഗ്രേഡിലും മേളിലും നല്ല സ്കോറോടുകൂടി, ഒന്നും 350 അല്ല, എല്ലാത്തിനും 380 എബവ് മാർക്കോടുകൂടി എനിക്ക് പാസ്സാവാൻ പറ്റി. പിന്നെ ഓസ്കിയുടെ എക്സാമിനാണേലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. രജിസ്ട്രേഷൻ്റെ ഉള്ള എല്ലാ തടസ്സങ്ങളും നീക്കി മാതാവ് തന്നു. എൻ്റെ ജീവിതത്തിലുടനീളം ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഈ 2 സാക്ഷിയാണ് എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ OETയും ഓസ്കിയും ഓൺലൈനായിട്ട് പിള്ളേർക്ക് എടുക്കുന്നുണ്ട്. UK-ലും നാട്ടിലുള്ള പിള്ളേർക്ക് എടുക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് ഹോമിലാണേലും അവിടെ ഉള്ള പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഡിമെൻഷ്യയൊക്കെ ഉള്ള റെസിഡൻസാണ് കൂടുതലും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ഹാപ്പി ആക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവരുമായിട്ടൊരു കൗൺസിലിംഗ് പോലെയൊക്കെ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സുണ്ട്. അവർക്കൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കുറേ പേർക്ക് ഇനിയും ജോലി ശരിയാവാനുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കുറേ പേര് എനിക്ക് സഹായം ഇവിടെ വരുന്നു കഴിയുമ്പോൾ പറയണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ മാതാവിൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ ഭയങ്കര താല്പര്യമാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് കൃപാസനത്തിനെ പറ്റിയും കൃപാസന മാതാവിനെ പറ്റിയും. ആദ്യം ഞാൻ ഇതിനെപ്പറ്റിയുള്ള ഒന്നും വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. കൃപാസനത്തെപ്പറ്റി എനിക്ക് ഉടമ്പടി ഒന്നും എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ഉത്സാഹമാണ് ഇതിനെപ്പറ്റി പറയാനായിട്ട്, മാതാവിനെ പറ്റി പറയാനും. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഉടമ്പടിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. മാതാവ് എല്ലാ തടസ്സങ്ങളും നീക്കിത്തരും. ഇപ്പം എൻ്റെ മമ്മിയുടെ ആണെങ്കിലും, മമ്മിക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, ഗ്ലൂക്കോമ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അപ്പോൾ മമ്മി ഇപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ട് ഇരിക്കുവാണ്. മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി വേറെ ഒരു നിയോഗവും വെക്കണ്ട, ഇത് മാത്രം വെച്ചാൽ മതി. മമ്മി ഇനി ഒരു സർജറിയും വേണം. മമ്മി കുറേ സർജറികൾ ഇപ്പോൾ ചെയ്തു, പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. ഇത് മാത്രം പ്രാർത്ഥിച്ച് മമ്മി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും. മമ്മിക്ക് ഒരു സർജറിയും വേണ്ടി വരില്ല, ഒരു മരുന്നും ഇല്ലാണ്ട് മമ്മിയുടെ കാഴ്ച പൂർണ്ണമായിട്ടും കിട്ടും എന്ന് പറഞ്ഞേക്കുവാണ്. അപ്പം എൻ്റെ വീട്ടിലുള്ളവർക്കും എന്നെ അറിയാവുന്നവർക്കൊക്കെ മാതാവിനെ പ്രഘോഷിക്കാനും എനിക്ക് ഭയങ്കര താല്പര്യമാണ്. മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നീ നിൻ്റെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ വചനം അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടു. അത് ഈ സഹോദരി UK-യിലാണ് ജോലി ചെയ്തിരുന്നത്. പെട്ടെന്ന് കമ്പനിയിൽ 4 ആഴ്ചയുടെ പീരീഡ്സ് പറഞ്ഞുകൊണ്ട് തന്നെ ആ കമ്പനി അടക്കുകയാണ്. പറയണ UK-യിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ജോലി കിട്ടിയാലും സ്പോൺസർഷിപ്പോടുകൂടി ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അത് ഈ മകൾ പറയുകയാണ്, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ല. എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഉടമ്പടി പ്രാർത്ഥനയിലുണ്ടായിരുന്നില്ല. പക്ഷേ മാതാവിന് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി പ്രാർത്ഥന എടുക്കുമ്പോൾ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി 3 കമ്പനിയിൽ നിന്നും നല്ല ജോലി വന്നു, ജോലി കിട്ടി. അത് സ്പോൺസർഷിപ്പോടുകൂടെ തന്നെ പരിശുദ്ധമ്മ ക്രമീകരിച്ചു കൊടുത്തു. രണ്ടാമത് പറയുകയാണ്, OETയുടെ എക്സാം ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്ത് പോയതാണ്. പക്ഷേ ഈ തവണ പോകുമ്പോൾ ഞാനൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. ഞാൻ ആകപ്പാട് ചെയ്യുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പരിശുദ്ധമ്മയോടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രം, വേറെ ഒന്നുമില്ല. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലി കൊണ്ടിരിക്കുക.
റീഡിങ്ങിൻ്റെ സമയത്താണ് ക്വസ്റ്റ്യൻ പോലും ഞാൻ നോക്കുന്നില്ല, പക്ഷെ ഞാൻ അതിനനുസരിച്ച് എങ്ങനെയൊക്കെയോ ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട്. പറയുകയാണ് 350 മാർക്കല്ല 3 മൊഡ്യൂളിനും 380 മുകളിൽ മാർക്ക് നൽകിക്കൊണ്ട് ഒന്നും നോക്കാതെ തന്നെ, അതായത് നമ്മുടെ പ്രയാസമോ ആയാസമോ ഒന്നുമില്ലാതെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥം കൊണ്ട് തന്നെ ആ ഒരു മേഖലയെ പരിശുദ്ധ അമ്മ എടുത്തുകൊണ്ട് വലിയ വിജയം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുന്നു. അതായത് അത് വലിയ സാക്ഷ്യമാണ്. നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ കൃപാസനത്തിൽ നിങ്ങൾ കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ, അമ്മമാതാവിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറന്നുപോയാലും മറക്കാത്തൊരു സ്നേഹമായിട്ട് കൃപാസന മാതാവ് അൾത്താരെ പ്രത്യക്ഷപ്പെട്ട അമ്മ നിങ്ങളുടെ കൂടെയുണ്ട്. അതിന് നിങ്ങൾ സാക്ഷികളാവുക തന്നെ ചെയ്യും. നിങ്ങൾ സാക്ഷ്യം പറയും. പരിശുദ്ധമ്മ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.